ഓം ശാന്തി. 4/8/24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 18/1/2001 മധുബൻ. യഥാർത്ഥ സ്മൃതിയുടെ തെളിവാണ് സമർത്ഥ സ്വരൂപമായി ശക്തികളിലൂടെ സർവരുടെയും പാലനം ചെയ്യൂ. ഇന്ന് സർവരുടെയും ഹൃദയത്തിൽ സ്മൃതികൾ വന്നുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദയുടെ അടുത്തും അമൃതവേള മുതൽ സ്നേഹത്തിൻ്റെയും ഓർമ്മയുടെയും വെറൈറ്റി മാലകൾ 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ ഭാഗത്തു നിന്നും കഴുത്തിൽ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോടൊപ്പം ഓർമ്മയുടെയും സ്നേഹത്തിൻ്റെയും ഹൃദയത്തിലെ ഗീതവും കേൾക്കുന്നുണ്ടായിരുന്നു. ബാബയും ദാദയും 2 പേരും കുട്ടികളെ റിട്ടേണായി ഭിന്ന ഭിന്ന ശക്തികളുടെ ഭിന്ന ഭിന്ന വരദാനങ്ങളുടെ മാലകൾ അണിയിക്കുകയായിരുന്നു. ഈ സ്മൃതി ദിവസം സാകാര ലോകത്തിൻ്റെ വേദിയിൽ കുട്ടികൾക്ക് സമർത്ഥി സ്വരൂപത്തിൻ്റെ വരദാനത്തിലൂടെ സൺ ഷോസ് ഫാദർ ആകുന്നതിൻ്റെ വിശേഷ ദിവസമാണ്. കാരണം സാകാര രൂപത്തിൽ സേവനത്തിന് നിമിത്തമാക്കുന്നതിനായി കുട്ടികളെ സേവനത്തിൻ്റെ വേദിയാകുന്ന സിംഹാസനത്തിൽ ഇരുത്തുന്നതിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെ കിരീടം അണിയിക്കുന്നതിൻ്റെയും ദിവസമാണ്. സാകാര രൂപത്തിൽ സേവനത്തിന് നിമിത്തമാകുന്നതിൻ്റെ കിരീടധാരണത്തിൻ്റെയും തിലകത്തിൻ്റെയും ദിവസമാണ്. എല്ലാ കുട്ടികളും ബാബയുടെ സഹയോഗിയായി നിമിത്തമായി ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ബാബ്ദാദയും കുട്ടികളുടെ സേവനത്തിൽ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ട് ഹർഷിതമായിക്കൊണ്ടിരിക്കുന്നത് കാണുന്നു. ഓരോ കുട്ടിയും നമ്പർ അനുസരിച്ച് ധൈര്യത്തോടെയും ഉന്മേഷത്തോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മെജോറിറ്റി കുട്ടികളും ഓർമ്മയിലും സേവനത്തിലും മുഴുകിയിരിക്കുന്നു. ഏതുപോലെ ഇന്നത്തെ ദിവസം കുട്ടികൾ വിശേഷിച്ച് 4 ഭാഗത്തും ബ്രഹ്മബാബയുടെ ഓർമ്മയിൽ ലവ്ലീൻ ആയിരിക്കുന്നു. അതേപോലെ വിശേഷിച്ച് ബ്രഹ്മബാബയും കുട്ടികളുടെ സ്നേഹത്തിൽ ലീനമായിരിക്കുന്നു. ഇന്ന് ബ്രഹ്മബാബ കുട്ടികളുടെ വിശേഷതകൾ നോക്കുകയായിരുന്നു. ഓരോ കുട്ടിയുടെയും വിശേഷത മുന്നിൽ വന്നുകൊണ്ടിരുന്നതനുസരിച്ച് ബ്രഹ്മബാബയുടെ വായിൽ നിന്നും ഈ വാക്കുകൾ വരുന്നുണ്ടായിരുന്നു. ആഹാ കുട്ടികളെ ആഹാ, സബാഷ് കുട്ടികളെ സബാഷ്. പിന്നെ എന്തുണ്ടായി? ബ്രഹ്മബാബ ആഹാ കുട്ടികളെ, സബാഷ് കുട്ടികളെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതേപോലെ തന്നെ എല്ലാ കുട്ടികളുടെയും നയനങ്ങളിൽ നിന്നും പ്രേമത്തിൻ്റെ ഗംഗയും യമുനയും ഒഴുകുന്നുണ്ടായിരുന്നു. ഓരോ കുട്ടിയും സ്നേഹത്തിൻ്റെ നദിയിൽ ലവ്ലീൻ ആയിരുന്നു. ഇതായിരുന്നു വദനത്തിലെ ദൃശ്യം. സാകാര ലോകത്തിലും ഓരോ സ്ഥാനത്തെയും അവരവരുടെ ഓർമ്മയുടെയും സ്നേഹത്തിൻ്റെയും ദൃശ്യം ബാബ്ദാദ കണ്ടു. ഇപ്പോൾ മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്? സ്മൃതിയുണ്ട്, എന്നാൽ യഥാർത്ഥ സ്മൃതിയുടെ തെളിവാണ് സ്മൃതിയിലൂടെ സമർത്ഥ സ്വരൂപമാകണം. സ്മൃതി അതിശ്രേഷ്ഠമാണ്. എപ്പോഴാണോ ബ്രാഹ്മണനായത് അപ്പോൾ ബാബ്ദാദയിലൂടെ ഏതൊരു ജന്മസിദ്ധ അധികാരമാണോ പ്രാപ്തമാക്കിയത് അത് സെക്കൻഡിൻ്റെ സ്മൃതിയിലൂടെയാണ് പ്രാപ്തമാക്കിയത്. ഹൃദയം അറിഞ്ഞു, ഹൃദയത്തിൽ മനസ്സിൽ ബുദ്ധിയിൽ സ്മൃതി വന്നു, ഞാൻ ബാബയുടേത്, ബാബ എൻ്റേത്. ഈ സ്മൃതിയിലൂടെ തന്നെയാണ് ജന്മസിദ്ധ അധികാരത്തിൻ്റെ അധികാരിയായത്. ഈ സ്മൃതി സർവശക്തികളുടെയും താക്കോലായി. ഈ സ്മൃതി ഗോൾഡൻ കീ ആണ്. ഞാൻ ബാബയുടേത് എന്നാൽ ഞാൻ ആത്മാവാണ്. ഞാൻ ആത്മാവ് ബാബയുടെ സന്താനമാണ് എന്ന നിശ്ചയം ഉണ്ടായിരിക്കെ നിശ്ചയത്തിന് എത്ര സമയമാണ് എടുത്തത്? കോഴ്സ് കേൾക്കുന്നതിന് സമയമെടുത്തു. എന്നാൽ എപ്പോഴാണോ നിശ്ചയമുണ്ടായത് അപ്പോൾ എത്ര ടൈം എടുത്തു? സെക്കൻഡിൻ്റെ ഇടപാട് ആയില്ലോ. സെക്കൻഡിൽ സമ്പത്തിൻ്റെ അധികാരിയായി.
എല്ലാവരും അധികാരിയായി മാറി. എല്ലാവരും അധികാരിയായല്ലോ, അതോ ആയിക്കൊണ്ടിരിക്കുകയാണോ? അധികാരിയായി മാറിയോ? ഇത് ഉറപ്പാണോ? ശരി. ഡബിൾ ഫോറിനേഴ്സ് സമ്പത്തിൻ്റെ അധികാരിയായി മാറിയോ? പാണ്ഡവർ അധികാരിയായി കഴിഞ്ഞുവോ? ഉറപ്പാണോ? 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 വളരെ നല്ലത്. അധികാരികൾക്ക് ആശംസകൾ. അധികാരമായി വിശേഷിച്ച് ബാബയിലൂടെ സർവശക്തികളും ലഭിച്ചുവോ? ഒരു കൈ ഉയർത്തു. ലഭിച്ചുവോ? സർവശക്തികളും ലഭിച്ചുവല്ലോ. അതോ ചിലർക്ക് 8 ലഭിക്കുകയും ചിലർക്ക് 6 ലഭിക്കുകയുമാണോ ചെയ്തത്? സ്വയം തന്നെ വിളിക്കുന്നത് തന്നെ മാസ്റ്റർ സർവശക്തിവാൻ എന്നാണ്. ശക്തിവാൻ എന്നല്ല പറയുന്നത്, സർവശക്തിവാൻ എന്നാണല്ലോ പറയുന്നത്. ഈ മുന്നിലിരിക്കുന്നവർ സർവശക്തിവാനാണോ? ബാബ്ദാദ സർവ എന്ന വാക്കിനെക്കുറിച്ച് ചോദിക്കുകയാണ്. എല്ലാവരും സർവശക്തിവാനാണോ? അതോ ചില ശക്തികൾ ഉള്ളവരാണോ? ആരാണ്? ഞാൻ സർവശക്തിവാനല്ല, എന്നാൽ ശക്തിവാനാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ആരും കൈ ഉയർത്തുന്നില്ല. എല്ലാവരും മാസ്റ്റർ സർവശക്തിവാനാണ്. ശരി. അപ്പോൾ അല്ലയോ മാസ്റ്റർ സർവശക്തിവാന്? ബാബ്ദാദ ചോദിക്കുകയാണ്. ഓരോ പ്രകൃതിയുടെയും മായയുടെയും സ്വഭാവ സംസ്കാരത്തിൻ്റെയും വായുമണ്ഡലത്തിൻ്റെയും പരിതസ്ഥിതികളിൽ സർവശക്തിവാൻ ആണല്ലോ. ഈ പ്രകൃതി, മായ, സംസ്കാരം, വായുമണ്ഡലം അല്ലെങ്കിൽ സംഘദോഷം ഇവ 5നെയും തൻ്റെ ശക്തിയുടെ ആധാരത്തിൽ അധീനമാക്കിയോ? ഇത് 5 ശിരസ്സുള്ള സർപ്പമാണ്. ഈ സർപ്പത്തിൻ്റെ മേൽ 5 ശിരസ്സുകളുടെ മേൽ അധികാരിയായി ഡാൻസ് ചെയ്യുന്നുണ്ടോ? അതോ ഏതെങ്കിലും ഒരു ശിരസ് മാറി താങ്കളുടെ മേൽ ഡാൻസ് ചെയ്യുകയാണോ? സർപ്പവും ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ. വളരെ നല്ലത്. അപ്പോൾ ഏതെങ്കിലും ഒരു ശിരസ് താങ്കളെ ഡാൻസ് കാണിക്കാൻ വരുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും അതിൻ്റെ കളി കാണുന്നത് നല്ലതായി തോന്നുന്നില്ലേ? കളി കാണുന്നതിൽ മുഴുകൂ. 5 സർപ്പങ്ങളെയും കഴുത്തിലെ മാലയാക്കി മാറ്റിയോ? ശേഷശയ്യ ആക്കി മാറ്റിയോ? ഡാൻസിൻ്റെ അരങ്ങാക്കി മാറ്റിയോ? താങ്കളുടെ അന്തിമ മഹാദേവൻ്റെ, തപസ്വി ദേവൻ്റെ, അശരീരി സ്ഥിതിയുള്ള ദേവാത്മാവിൻ്റെ, ഫരിഷ്ത ആത്മാവിൻ്റെ ഈ സ്മാരകത്തിൽ ഈ എല്ലാ സർപ്പവും കഴുത്തിലെ മാലയായി കാണിക്കപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണോ ഈ മാല അണിയുന്നത്, അപ്പോഴാണ് ബാബയുടെ മാലയിൽ നല്ല നമ്പറിൽ സമീപത്തെ മുത്താകുന്നത്, വിജയമാലയിലെ സമീപത്തുള്ള മുത്ത് ആകുന്നത്. ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. വർത്തമാന സമയത്ത് സമയമനുസരിച്ച് വിശേഷിച്ച് സഹനശക്തിയും സമസ്യയോ പരിതസ്ഥിതിയോ നേരിടുന്നതിനുള്ള ശക്തിയും കർമ്മത്തിൽ ആവശ്യമാണ്. കേവലം മനസ്സിൻ്റെയോ വാക്കിൻ്റെയോ തലം വരെ പോരാ, കർമ്മത്തിൻ്റെ തലം വരെ ആവശ്യമാണ്. ബാബ്ദാദ റിസൾട്ടിൽ കണ്ടത് ഇതാണ്. ശക്തികൾ ഉണ്ട്, ശക്തികൾ ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷേ എന്ത് വ്യത്യാസം ഉണ്ടായി പോകുന്നു? വേണ്ട സമയത്ത് ഏതൊരു ശക്തി ഏത് വിധിയിലൂടെ കാര്യത്തിൽ വിനിയോഗിക്കണമോ ആ സമയത്ത് വിധിപൂർവം യൂസ് ചെയ്യുന്നതിൽ, കാര്യത്തിൽ വിനിയോഗിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടായി പോകുന്നു. സ്മൃതി ഉണ്ട്, എന്നാൽ സ്മൃതിയെ സമർത്ഥ സ്വരൂപത്തിൽ കൊണ്ടുവരുന്നില്ല. സ്മൃതി കൂടുതലുണ്ട്, സമർത്ഥി ചിലപ്പോൾ കുറവാണ്, ചിലപ്പോൾ ശരിയായിരിക്കുന്നു. സ്മൃതിയാണ് സമ്പത്തിൻ്റെ അധികാരിയാക്കിയത്. എന്നാൽ ഓരോ സ്മൃതിയുടെയും സമർത്ഥിയാണ് വിജയിയാക്കി വിജയമാലയുടെ സമീപ മുത്താക്കി മാറ്റുന്നത്. സമർത്ഥികളെ സ്വരൂപത്തിൽ കൊണ്ടുവരൂ.
മനസ്സിലുണ്ട്, ബുദ്ധിയിലുണ്ട്. എന്നാൽ താങ്കളുടെ സ്വരൂപത്തിൽ ഓരോ കാര്യത്തിനും ഓരോ സമർത്ഥിയും പ്രത്യക്ഷ രൂപത്തിൽ വരണം. സ്മൃതി ദിവസം വളരെ നന്നായി ആഘോഷിച്ചു. ഇപ്പോൾ സമർത്ഥികളെയും സ്വരൂപത്തിൽ കൊണ്ടുവരൂ. ആരെ നോക്കിയാലും താങ്കളുടെ നയനങ്ങളിൽ നിന്നും സമർത്ഥ സ്വരൂപത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. ഓരോ വാക്കിലൂടെ മറ്റുള്ളവരും സമർത്ഥരാകണം. ശക്തികളുടെ അനുഭവം ചെയ്യണം. സാധാരണ വാക്കല്ല. ഓരോ വാക്കിലും ഏതൊരു സമർത്ഥിയുടെ വരദാനം ലഭിച്ചോ ആ അനുഭവം ഉണ്ടാക്കിക്കോ. മനസ്സിലൂടെ, ബുദ്ധിയിലൂടെ ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെയും യഥാർത്ഥ നിർണയശക്തിയുടെയും വായുമണ്ഡലം സ്വരൂപത്തിൽ കൊണ്ടുവരൂ. സാധാരണ പെരുമാറ്റത്തിൽ പോലും ഫരിസ്ഥാസ്ഥിതിയുടെ സമർത്ഥിയുടെ സ്വരൂപം കാണപ്പെടട്ടെ. ഡബിൾ ലൈറ്റിൻ്റേത് സ്വയം തനിക്കും മറ്റുള്ളവർക്കും അനുഭവപ്പെടണം. ഇങ്ങനെയാണോ? അപ്പോൾ നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും സമർത്ഥ സ്വരൂപമാകൂ. മറ്റുള്ളവർക്കും സമർത്ഥി അഥവാ ശക്തി നേടിക്കൊടുക്കൂ. ബാബ ഇന്ന് ബ്രഹ്മബാബയെയും ചുറ്റി സഞ്ചരിപ്പിച്ചു. എവിടെയാണ് ചുറ്റി സഞ്ചരിപ്പിച്ചത്? ബ്രഹ്മബാബ അവ്യക്തമായതിനു ശേഷം ദേശവിദേശങ്ങളിൽ അവ്യക്ത ജന്മം എടുത്ത ആരെല്ലാമുണ്ടോ ആ എല്ലാ ബ്രാഹ്മണരെയും കാണിച്ചു. അവർ എത്ര പേരുണ്ടാകും? സാകാര രൂപത്തേക്കാൾ അവ്യക്ത രൂപത്തിൻ്റെ രചന വളരെ കൂടുതലായിരുന്നു. ഓരോ സ്ഥാനത്തെയും അവ്യക്ത രചനയായ ആത്മാക്കളെ വദനത്തിൽ എമർജ് ചെയ്തു. കേട്ടുവോ? അതിൽ താങ്കളും ഉണ്ടല്ലോ. ഓരോരുത്തർക്കും ബാബ്ദാദ വളരെയധികം സ്നേഹത്തിൻ്റെയും സാമീപ്യത്തിൻ്റെയും ദൃഷ്ടി നൽകി. അവ്യക്ത രചനയ്ക്ക് ഒരു വിശേഷ ഗിഫ്റ്റും നൽകി. ഇപ്പോൾ ഇവിടെ ആരെല്ലാമാണോ ഇരിക്കുന്നത് അതിൽ സാകാര ബ്രഹ്മാവിന് ശേഷം രചിക്കപ്പെട്ട ബ്രാഹ്മണർ ആരാണോ അവർ കൈ ഉയർത്തു. മെജോറിറ്റിയാണ്. ശരി, താഴ്ത്തിക്കൊള്ളൂ. ആരാണോ സാകാര രൂപത്തിൻ്റെ രചന അവർ കൈ ഉയർത്തു. വളരെ കുറച്ചു പേരാണുള്ളത്. ഇന്നത്തെ സഭയിൽ വളരെ കുറവാണ്. അപ്പോൾ ബാബ്ദാദ ഓരോ കുട്ടിയെയും എമർജ് ചെയ്തു. കാരണം സംഖ്യ വളരെയധികം ഉണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഇരിക്കാൻ പോലും സാധിക്കില്ല. വദനത്തിൽ എല്ലാവർക്കും വരാൻ സാധിക്കും. അവിടെ എത്ര വലിയ സ്ഥാനം ആവശ്യമാണോ അത്രയും സ്ഥാനമുണ്ട്. അപ്പോൾ ബാബ്ദാദ എല്ലാവരെയും വദനത്തിൽ എമർജ് ചെയ്തു. അതായത് ക്ഷണം നൽകി വിളിച്ചു. എല്ലാവരും വളരെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ബാബ്ദാദ അതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ബാബ്ദാദ ആ രത്നങ്ങൾക്ക് സമ്മാനം നൽകി. വളരെ സുന്ദരവും അടയാളങ്ങളില്ലാത്ത വജ്രത്തിൻ്റെ വളരെയധികം തിളങ്ങുന്ന കമല പുഷ്പമുണ്ടായിരുന്നു. അതിൽ ഓരോരോ താമര ഇതളിലും ഭിന്ന ഭിന്ന ശക്തികളുണ്ടായിരുന്നു. അതിൽ ഭിന്ന ഭിന്ന നിറങ്ങളിൽ തിളങ്ങിക്കൊണ്ടിരുന്നു. ആ അടയാളങ്ങളില്ലാത്ത വജ്രം കൊണ്ടുള്ള കമലപുഷ്പം താങ്കൾ എമർജ് ചെയ്യൂ. എത്ര ശോഭനീയമായിരിക്കും. എമർജായോ? എമർജ് ചെയ്തുവോ? ഡബിൾ ഫോറിനേഴ്സ് എമർജ് ചെയ്തുവോ? ടീച്ചേഴ്സ് എമർജ് ചെയ്തുവോ? പാണ്ഡവർ എമർജ് ചെയ്തുവോ? മധുരമധുരമായ മാതാക്കൾ എമർജ് ചെയ്തുവോ? മാതാക്കൾ ഈ വിശ്വവിദ്യാലയത്തിൻ്റെ വിശേഷതയാണ്. എല്ലാവർക്കും ഏത് കാര്യത്തിലാണ് ആശ്ചര്യം തോന്നുന്നത്? ഇത്രയും മാതാക്കൾ ശക്തികൾ ഉണ്ടായിരിക്കുകയാണ്. ഇത്രയും മാതാക്കൾ പവിത്രതയുടെ വ്രതം ധാരണം ചെയ്ത് ദേവിമാരുടെ രൂപത്തിൽ പരിവർത്തനപ്പെട്ടു. മെജോറിറ്റിയും മാതാക്കളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ബാബ്ദാദ ഇന്ന് അവ്യക്ത രചനയ്ക്ക് വളരെ വളരെയധികം സ്നേഹം നൽകി. വതനത്തിൽ പൂന്തോട്ടവും എമർജ് ചെയ്തു. പർവ്വതവും എമർജ് ചെയ്തു. ഒപ്പം സാഗരവും എമർജ് ചെയ്തു. എല്ലാവരെയും നന്നായി ചുറ്റി സഞ്ചരിപ്പിച്ചു. ചുറ്റിക്കറങ്ങുന്നതിൻ്റെ ഫ്രീഡം ഉണ്ടായിരുന്നു. കളി കളിപ്പിച്ചില്ല. ബാറ്റും ബോളിൻ്റെയും കളി കളിപ്പിച്ചില്ല.
ചിലർ സാഗരത്തിൽ അലകളിൽ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിലർ പർവ്വതത്തിൽ ഇരിക്കുകയായിരുന്നു. ചിലർ പൂന്തോട്ടത്തിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു. അപ്പോൾ ഇന്ന് വചനത്തിൽ അവ്യക്തരചനയുടെ സദസ്സ് ഉണ്ടായിരുന്നു. ബാപ്ദാദ എല്ലാവർക്കും ഈ വരദാനം നൽകി, സദാ സർവശക്തികൾ കൊണ്ടും ജീവിക്കൂ, പറന്നുകൊണ്ടിരിക്കൂ. ബാപ്ദാദയുടെ ഇന്നത്തെ സ്മൃതി ദിവസത്തിൻ്റെ വിശേഷ മഹാമന്ത്രമാണ് സ്മൃതി സ്വരൂപമായി ശക്തികളെ സ്വരൂപത്തിൽ കൊണ്ടുവരൂ. ഖജനാവുകളെ ഗുപ്തമാക്കി വയ്ക്കരുത്. ഓരോ കർമ്മത്തിലൂടെയും ബാഹ്യമായി പ്രത്യക്ഷമാക്കൂ. ഏതൊരാത്മാവ് സമ്പർക്കത്തിൽ വന്നാലും ദൃഷ്ടിയിലൂടെയോ വായിൽ നിന്നുള്ള വാക്കിലൂടെയോ കർമ്മത്തിലൂടെയോ അവർക്ക് സമർത്ഥമാകുന്നതിനുള്ള സഹയോഗം നൽകൂ. സമർത്ഥ സ്വരൂപത്തിൻ്റെ സ്നേഹം നൽകൂ. ബാപ്ദാദ ഇതും കണ്ടു. ഏതെല്ലാം പുതിയ പുതിയ കുട്ടികളാണോ വരുന്നത്, അതിൽ ചില ആത്മാക്കൾ ഇങ്ങനെയുമുണ്ട്. അവർക്ക് ബാപ്ദാദയുടെ സഹയോഗത്തോടൊപ്പം ബ്രാഹ്മണ ആത്മാക്കളായ താങ്കളിലൂടെ ധൈര്യവും ഉന്മേഷവും ഉത്സാഹവും പരിഹാരവും ലഭിക്കേണ്ട ആവശ്യമുണ്ട്. ചെറിയവരാണല്ലോ. ചെറുതായിരുന്നാലും ധൈര്യം വെച്ച് ബ്രാഹ്മണനായല്ലോ. അപ്പോൾ ചെറിയവർക്ക് ശക്തികളിലൂടെ പാലനയുടെ ആവശ്യകതയുണ്ട്. മറ്റു പാലനയല്ല, ശക്തി നൽകുന്നതിൻ്റെ പാലനയുടെ ആവശ്യമുണ്ട്. അപ്പോൾ വേഗം സ്ഥാപനയുടെ ബ്രാഹ്മണ ആത്മാക്കൾ തയ്യാറാകട്ടെ. കാരണം ഏറ്റവും കുറഞ്ഞത് 9 ലക്ഷം വേണമല്ലോ. അപ്പോൾ ശക്തികളുടെ സഹയോഗം നൽകൂ. ശക്തികളിലൂടെ പാലന നൽകൂ. ശക്തികൾ വർദ്ധിപ്പിക്കൂ. കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ശിക്ഷണങ്ങൾ നൽകാതെ ശക്തി നൽകൂ. അവരുടെ ദൗർബല്യം നോക്കരുത്. എന്നാൽ അവരിൽ വിശേഷതയോ ഏതൊരു ശക്തിയുടെ കുറവുണ്ടോ അത് നികത്തിക്കൊണ്ടിരിക്കൂ. ഇക്കാലത്ത് ആരാണോ നിമിത്തമായിരിക്കുന്നത് അവർക്ക് ഈ പാലനയ്ക്ക് നിമിത്തമാകേണ്ട ആവശ്യമുണ്ട്. ജിജ്ഞാസുക്കൾ വർദ്ധിപ്പിക്കണം. സേവാകേന്ദ്രം അഭിവൃദ്ധിപ്പെടുത്തണം. ഇത് കോമൺ ആണ്. എന്നാൽ ഓരോ ആത്മാവിനെയും ബാബയുടെ സഹായത്താൽ ശക്തിശാലിയാക്കണം. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യകതയുണ്ട്. സേവനം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാതിരിക്കാനും സാധിക്കുന്നില്ല. എന്നാൽ സേവനത്തിൽ ശക്തി സ്വരൂപത്തിൻ്റെ വൈബ്രേഷൻ ആത്മാക്കൾക്ക് അനുഭവപ്പെടണം. ശക്തിശാലി സേവനം ഉണ്ടാകണം. സാധാരണ സേവനമാണെങ്കിൽ ഈ കാലത്തെ ലോകത്തിൽ വളരെ പേർ ചെയ്യുന്നു. എന്നാൽ താങ്കളുടെ വിശേഷതയാണ് ശക്തിശാലി സേവനം. ബ്രാഹ്മണ ആത്മാക്കൾക്കും ശക്തിയുടെ പാലന ആവശ്യമാണ്. ശരി. ബാപ്ദാദയുടെ മുന്നിൽ ദേശവിദേശത്തെ എല്ലാ ഭാഗത്തുമുള്ള കുട്ടികൾ ദൂരെ ആയിരുന്നാലും മുന്നിലാണ്. ബാപ്ദാദ അറിയുന്നുണ്ട്. എല്ലാവരും ഒരേ ഒരു വാക്കാണ് പറയുന്നത്. നമ്മുടെയും ഓർമ്മ നൽകണം, നമ്മുടെയും ഓർമ്മ നൽകണം. ബാപ്ദാദയുടെ അടുക്കൽ എല്ലാവരുടെയും ഓർമ്മ എത്തിച്ചേരുക തന്നെ ചെയ്യുന്നു. ഒന്നുകിൽ കത്തിലൂടെ, അല്ലെങ്കിൽ വായിലൂടെ, അല്ലെങ്കിൽ കാർഡിലൂടെ, അല്ലെങ്കിൽ ഇക്കാലത്ത് ഇമെയിലിലൂടെ അയക്കുന്നു. സയൻസിൻ്റെ സാധനങ്ങൾ ധാരാളമായി കഴിഞ്ഞു. ബാപ്ദാദയുടെ അടുത്ത് സാധനങ്ങളെക്കാൾ കൂടുതൽ ഓർമ്മയാണ് എത്തിച്ചേരുന്നത്. ഹൃദയത്തിൻ്റെ ശബ്ദത്തിലൂടെയും ഓർമ്മ എത്തിച്ചേരുന്നു. ഏറ്റവും കൂടുതൽ ഹൃദയത്തിൻ്റെ ശബ്ദമാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ആരാണോ ഹൃദയപൂർവ്വം ഭിന്ന ഭിന്ന സാധനങ്ങളിലൂടെ സ്നേഹസ്മരണകൾ അയച്ചത്, ആ എല്ലാവർക്കും ബാപ്ദാദ സ്നേഹസ്മരണകൾ നൽകുകയാണ്. കുട്ടികൾ ഒരു തവണ ഓർമ്മ നൽകി. ബാബ കോടി മടങ്ങ് റിട്ടേണായി സ്നേഹസ്മരണകൾ നൽകുകയാണ്. ശരി. 4 ഭാഗത്തുമുള്ള ഹൃദയത്തിൻ്റെ സമീപമുള്ള സമർത്ഥ ആത്മാക്കൾക്ക് സദാ വേണ്ട സമയത്ത് ഓരോ ശക്തിയെയും സ്വരൂപത്തിലൂടെ പ്രത്യക്ഷമാക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ ശക്തികളിലൂടെ ആത്മാക്കളുടെ പാലനയ്ക്ക് നിമിത്തമാകുന്ന ബാബയുടെ സഹയോഗിയായ ആത്മാക്കൾക്ക് സദാ ഓരോരുത്തർക്കും ധൈര്യവും
ഉന്മേഷവും ഉത്സാഹവും നൽകുന്ന പറക്കുന്ന കലയുള്ള ആത്മാക്കൾക്ക്, സദാ സമസ്യയെ പരിഹാരത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന വിശ്വപരിവർത്തകരായ ആത്മാക്കൾക്ക്, സ്മൃതി സ്വരൂപവും സമർത്ഥ സ്വരൂപവുമായ ആത്മാക്കൾക്ക് ബാബ് ദാദയുടെ കോടി മടങ്ങ് സ്നേഹസ്മരണകൾ. നമസ്തേ. ശരി, ഇന്ന് വിശേഷിച്ച് ഇത് സംഗമ ഭവൻ ആണല്ലോ. സംഗമ ഭവനിലുള്ളവർ വന്നിരിക്കുകയാണ്. അവരുടെയും സേവനം കുറവൊന്നുമല്ല. ഇന്ന് വിശേഷിച്ച് അവരുടെ ഓർമ്മ ബാബ് ദാദയ്ക്ക് ലഭിച്ചിരുന്നു. റിസീവ് ചെയ്യുന്നതിൻ്റെ സേവനവും കുറവല്ല. പൊതുവെ ആരെല്ലാം ശാന്തിവനത്തിലെ സേവാധാരിയാണോ അവരെല്ലാവരുടെയും സേവനം ഒന്ന് മറ്റൊന്നിനേക്കാൾ മുന്നിലാണ്, നല്ലതാണ്. ഉണരേണ്ടിയും വരുന്നു, നടക്കേണ്ടിയും വരുന്നു, ഓടേണ്ടിയും വരുന്നു, സന്തുഷ്ടമാക്കേണ്ടിയും വരുന്നു. ആശംസകൾ പാണ്ഡവ ഭവനിലുള്ളവർക്കും മധുബന്റെ 4 ഭുജങ്ങൾക്കും എല്ലാവർക്കും ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ഡബിൾ ഫോറിനേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കുറിച്ച് ബാബ് ദാദ പറഞ്ഞില്ല. ഡബിൾ ഫോറിനേഴ്സിനോടും എല്ലാവർക്കും ബാബ് ദാദ സഹിതം ദാദിമാർക്കും എല്ലാ ബ്രാഹ്മണർക്കും ഡബിൾ ട്രിപ്പിൾ സ്നേഹമുണ്ട്. എന്തുകൊണ്ട്? ബാബ് ദാദ സദാ ഈ ഒരു വിശേഷത കേൾപ്പിക്കുന്നു. പല പ്രകാരത്തിലുള്ള കൾച്ചറിൻ്റെ ചുമരുകൾ പൊളിച്ച് ബ്രാഹ്മണ ജീവിതത്തിൽ എത്തിച്ചേർന്നു. ബ്രാഹ്മൺ കൾച്ചർ ഉള്ളവരായി മാറി. ഇവർ മറ്റൊരു ദേശത്തിലേതാണ് എന്ന് തോന്നുന്നതേയില്ല. താങ്കൾ ഭാരതത്തിൻ്റെതാണ് സദാ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഡബിൾ വിദേശികൾക്കും വളരെ വളരെയധികം 100 കോടി 10,000 കോടി ആശംസകൾ. വളരെ നല്ലത്. വരദാനം: ദേഹബോധത്തിൽ നിന്നും വേറിട്ടവരായി പരമാത്മാ സ്നേഹം അനുഭവിക്കുന്ന കമല ആസനധാരിയായി ഭവിക്കട്ടെ. കമല ആസനം ബ്രാഹ്മണ ആത്മാക്കളുടെ ശ്രേഷ്ഠ സ്ഥിതിയുടെ അടയാളമാണ്. ഇങ്ങനെയുള്ള കമല ആസനധാരികളായ ആത്മാക്കൾ ഈ ദേഹബോധത്തിൽ നിന്നും സ്വതവേ വേറിട്ടിരിക്കുന്നു. അവരിൽ ശരീരത്തിൻ്റെ ബോധം അതിൻ്റെ നേർക്ക് ആകർഷിക്കുന്നില്ല. ഏതുപോലെ ബ്രഹ്മബാബയ്ക്ക് നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഫരിസ്താരൂപവും ദേവതാരൂപവും സദാ സ്മൃതിയിലുണ്ടായിരുന്നു, അതേപോലെ നാച്ചുറലായി ദേഹി അഭിമാനി സ്ഥിതി സദാ ഉണ്ടായിരിക്കട്ടെ. ഇതിനെയാണ് ദേഹബോധത്തിൽ നിന്നും വേറിട്ടത് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ദേഹബോധത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നവർ തന്നെയാണ് പരമാത്മാവിന് പ്രിയപ്പെട്ടവരായി മാറുന്നത്. സ്ലോഗൻ: താങ്കളുടെ വിശേഷതകൾ അഥവാ ഗുണങ്ങൾ പ്രഭു പ്രസാദമാണ്. അതിനെ എൻ്റേതായി കണക്കാക്കുന്നതേ ദേഹാഭിമാനമാണ്. ഓം ശാന്തി. പരമധാമത്തിൽ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥിതി ശക്തിശാലിയാകുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. പരമധാമത്തിൽ ഈ ഉയർന്ന സ്ഥിതിയിലിരുന്ന് വിശ്വത്തിലേക്ക് ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുകയാണ്. പല പല സമസ്യകളുടെ ബന്ധനത്തിൽ, അവയുടെ വിഘ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കൾക്ക് സഹയോഗം
നൽകുന്നതിനു വേണ്ടി ഞാൻ എൻ്റെ അന്തർവാഹക ശരീരത്തിലൂടെ ഈ വിശ്വത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നിൽ നിന്നും പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ പതിക്കട്ടെ. അവരുടെ സമസ്യകൾ പരിഹരിക്കപ്പെടട്ടെ. ഈ ശുഭഭാവനയോടെ, ശുഭകാമനയോടെ ശുദ്ധ വൈബ്രേഷൻസ് അവരിലെ വ്യർത്ഥവും ദുർബലവുമായ സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്തട്ടെ. ഈ ശുദ്ധ വൈബ്രേഷൻ അവരിൽ പതിക്കുമ്പോൾ അവർക്ക് ശ്രേഷ്ഠ ആത്മാവാകണമെന്നുള്ള ഒരു അലൗകിക പ്രേരണ അവരുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരികയാണ്. ഈ അലൗകിക ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവർ പ്രസന്നചിത്തരായി മാറുന്നു.